വയലിനിസ്റ്റ് ബാലഭാസ്കറിനെ കൊന്നത് തന്നെയാണെന്ന് അച്ഛൻ ഉണ്ണി. മകന്റെ മരണത്തിൽ തൃപ്തകരമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടില്ല എന്ന് ഉണ്ണി മാധ്യമങ്ങളോട് സംസാരിക്കവേ ചൂണ്ടിക്കാട്ടി. ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുൻ മുമ്പും പല കേസുകളിലെ പ്രതിയായിരുന്നു. അപകടത്തിന് ശേഷമാണ് ഈ കേസുകളെ കുറിച്ച് അറിയുന്നത്. അർജുന്റെ അറസ്റ്റോടെ കൊലപാതകമാണെന്ന സംശയം ബലപ്പെടുത്തുകയാണെന്നും ഉണ്ണി പറഞ്ഞു. ബാലഭാസ്കറിനെ കൊന്നതാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പറഞ്ഞ കാര്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. CBI അന്വേഷണം എവിടെയും എത്തിയില്ല. എങ്ങും തൊടാതെ റിപ്പോർട്ടാണ് അവർ നൽകിയത്. കള്ളക്കടത്ത് സംഘത്തിന്റെ സമ്മർദ്ദത്തിന് CBIയും വഴങ്ങിയെന്ന് വേണം മനസ്സിലാക്കാൻ. അർജുൻ നേരത്തെ തന്നെ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ATM കവർച്ച, ഭവനഭേദ കേസൊക്കെ അവന്റെ പേരിലുണ്ടായിരുന്നു. ബാലഭാസ്കർ മരിച്ച അപകടമുണ്ടായതിനു ശേഷമാണ് ഇക്കാര്യങ്ങളെല്ലാം അറിയുന്നത്. CK ഉണ്ണി പറഞ്ഞതും ഇങ്ങനെയാണ്: ബാലഭാസ്കർ ആണ് കാർ ഓടിച്ചതെന്നും 1.3 കോടി രൂപയുടെ നഷ്ടപരിഹാരം കിട്ടണമെന്നും ആവശ്യപ്പെട്ട് അർജുൻ കേസ് കൊടുത്തിട്ടുണ്ട് എന്നും അഭിഭാഷകനെ അയച്ചാണ് കേസ് നടത്തിയത് എന്നും ഉണ്ണി പറഞ്ഞു. CBIയും സ്വാധീനങ്ങൾക്ക് വഴങ്ങിയാണ് അന്വേഷണം അവസാനിപ്പിച്ചതെന്നും ഉണ്ണി ആരോപിക്കുന്നുണ്ട്. പെരിന്തൽമണ്ണയിൽ വ്യാപാരി ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ പിടിയിലായവർ അന്തരിച്ച പ്രശസ്ത വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ ഡ്രൈവറും ഉൾപ്പെട്ടിരുന്നു. സ്വർണ്ണ കവർച്ച കേസിൽ മറ്റു പ്രതികൾക്കൊപ്പം ചെർപ്പുളശ്ശേരി മുതൽ വാഹനം ഓടിച്ചത് തൃശൂർ സ്വദേശിയായ അർജുൻ ആയിരുന്നു. സ്വർണം കവർന്ന കേസിൽ 13 പേർ ഇതിനോടകം തന്നെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഈ 13-അംഗ സംഘത്തിലെ അംഗമാണ് അർജുനും. ഈ മാസം 21-ാം തീയതിയായിരുന്നു പെരിന്തൽമണ്ണയിൽ കവർച്ച നടന്നത്. കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് 2018 സെപ്റ്റംബർ 25-നുണ്ടായ വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണസമയം വാഹനം ഓടിച്ചിരുന്നത് അർജുൻ ആയിരുന്നത് എന്ന് കണ്ടെത്തുന്നത്. അന്ന് പോലീസും ക്രൈംബ്രാഞ്ചും CBIയും വാഹനാപകടത്തിലെ സംശയങ്ങൾ അർജുനെ ചോദ്യം ചെയ്തിരുന്നു. അർജുന് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായിട്ട് ബന്ധമുണ്ട് എന്ന ആരോപണവും അന്നും ശക്തമായിരുന്നു. ഇത് ബലപ്പെടുത്തുന്നതാണ് പെരിന്തൽമണ്ണയിലെ സ്വർണ്ണ കവർച്ചയും അർജുന്റെ അറസ്റ്റും. ഇതിനു പുറമെ ചില കവർച്ചാ കേസുകളിലും അടിപിടി കേസുകളിലും അർജുന് പങ്കുണ്ട് എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കവർച്ചാ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് പ്രതികളുമായുള്ള മുൻപരിചയം പിന്നീട് സ്വർണ്ണ കവർച്ചയിലെ ഗൂഢാലോചനയിലേക്ക് എത്തുകയായിരുന്നു. എന്നാൽ പുതിയ കേസിന് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധമില്ല എന്നും ആ രീതിയിൽ അന്വേഷണം ഇല്ല എന്നും പോലീസ് വ്യക്തമാക്കി. നിലവിൽ റിമാൻഡിലാണ് അർജുൻ. അതേസമയം സ്വർണ്ണ കവർച്ച കേസിൽ ഡ്രൈവർ അർജുൻ അറസ്റ്റിലായെങ്കിലും ഇത് വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ അപകട മരണ കേസുമായി ബന്ധമില്ല എന്ന് തന്നെയാണ് പോലീസ് ഉറച്ചു നിൽക്കുന്നത്. ഇപ്പോഴത്തെ കേസിന് ബാലഭാസ്കറിന്റെ അപകട മരണമായിട്ട് കേസ് ബന്ധമില്ല എന്ന നിലപാട് പോലീസ് സ്വീകരിച്ചതോടെയാണ് ഉണ്ണി പ്രതികരണവുമായി രംഗത്തെത്തുന്നതും. അതുകൊണ്ട് തന്നെ ആ ദിശയിൽ പുതിയ അന്വേഷണത്തിന് ഇപ്പോൾ സാധ്യതയില്ല എന്നും പോലീസ് പറഞ്ഞു. അർജുന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് ബാലഭാസ്കറിന്റെ കുടുംബം പരസ്യമായിട്ടും പ്രതികരിച്ചിരുന്നു. ഒക്ടോബറിലാണ് ബാലഭാസ്കർ മരിച്ച് 6 വർഷം പൂർത്തിയായത്. അന്നു മുതൽ ഇന്ന് വരെ മരണവുമായി ബന്ധപ്പെട്ട വലിയ സംശയങ്ങൾ ഉയർന്നിരുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട് എന്ന് കുടുംബവും സുഹൃത്തുക്കളും ആരോപിച്ചിരുന്നു. പല ചോദ്യങ്ങളും ദുരൂഹമായി തുടരുന്നതിനിടെയാണ് അർജുൻ സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലാകുന്നത്. 3.5 കിലോയോളം സ്വർണം കവർന്ന കേസിലാണ് അർജുൻ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്.